അപ്പോൾ മലയാളികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ വരുന്നത്. ഈ താഴെ കാണുന്ന ഈ പ്രോഗ്രാം കണ്ടല്ലോ അല്ലെ, ലോകത്തിലെ തന്നെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു പാട്ടുകാരിയാണ് റിഹാന. അപ്പോൾ ഇപ്പൊ പെർഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. റിഹാന ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളോ അങ്ങനെ ഒരു തരത്തിലുള്ള ആളുകളും അധികം സംസാരിക്കാത്ത ഒരു സംഭവം അങ്ങ് ഗുജറാത്തിൽ നടക്കുന്നുണ്ട്. മാർച്ച് 1, 2, 3 തീയതികളിലാണ് ഇന്ത്യയിലെ പണക്കാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിട്ടുള്ള മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം എന്ന് പറയാൻ പറ്റത്തില്ല, വിവാഹത്തിന് മുമ്പുള്ള പ്രീ വെഡിങ് സെലിബ്രേഷൻസ് ആണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടക്കുന്നത്. ഇതിന് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഈ റിഹാനയ്ക്ക് ഒരു ദിവസം കൊടുക്കുന്നത് ഏകദേശം 75 കോടി രൂപ ഇന്ത്യൻ രൂപയാണ്. അതുപോലെ തന്നെ ഈ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ CEO നമ്മുടെ സുന്ദർ പിച്ചെ, ബിൽ ഗേറ്റ്സ്, ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിട്ടുള്ള സുക്കർബർഗ്, പിന്നെ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അങ്ങനെയുള്ള ബോളിവുഡ് സിനിമാ നടന്മാരെല്ലാവരും തന്നെയുണ്ട്. തെലുങ്കിൽ നിന്ന്, കന്നഡയിൽ നിന്ന്, തമിഴിൽ നിന്ന് എല്ലാ ആളുകളും, സിനിമാ ഇൻഡസ്ട്രിയിലെ എല്ലാ ആളുകളും ഉണ്ട്. പക്ഷേ മലയാളം അവിടെ മാറുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ആരും വന്നിട്ട് ഞാൻ കണ്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളികൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് കുറച്ചെങ്കിലും സ്ഥാനം കിട്ടേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MA യൂസഫ് അലി സാഹിബിനാണ്. പക്ഷെ അദ്ദേഹത്തിനെ അവിടെ എങ്ങും ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ കുറേ വീഡിയോസ് നോക്കി, അതിലൊന്നിലും പുള്ളിയെ കണ്ടിട്ടില്ല. പിന്നെ ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇത് നടക്കുന്നത് ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് റിലയൻസ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന 3000 ഏക്കറിൽ പരന്നു കിടക്കുന്ന, കഴിഞ്ഞ ദിവസം ഓപ്പൺ ആക്കിയിട്ടുള്ള വൻതാര എന്ന് പറയുന്ന ആനന്ദ് അംബാനിയുടെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഏകദേശം 46 വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെ അവിടെ പരിപാലിച്ചു പോകുന്നുണ്ട്. ഏകദേശം 200ഓളം ആനകൾ ഇപ്പൊ തന്നെ അതിനകത്തുണ്ടെന്നാണ് വാർത്തയിലൂടെ അറിഞ്ഞത്. അപ്പൊ അതിനകത്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ വരുന്ന VVIPകൾക്കെല്ലാമുള്ള താമസവും സൗകര്യങ്ങളും എല്ലാം അതിനുള്ളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലുള്ള മാധ്യമങ്ങളൊന്നും ഇത് തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ നോർത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, BBC, CNN പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ എല്ലാം ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ജാംനഗറിൽ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിവാഹത്തിന് വേണ്ടി മാത്രം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, കാരണം ഇതിന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദുബൈ രാജകുടുംബം, അതുപോലെ തന്നെ ഖത്തർ രാജകുടുംബം, അങ്ങനെ കുറെ രാജ്യത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അറിയുക പോലും ചെയ്യാത്ത ഒരുപാട് VVIPകൾ ഈ വിവാഹത്തിന് പങ്കെടുക്കാനായി, വിവാഹം എന്ന് പറയാൻ പാടില്ല, പ്രീ വെഡിങ്, ഇതിന് പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ആ ഡൊമസ്റ്റിക് എയർപോർട്ടിനെ നിമിഷ നേരം കൊണ്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ടായി മാറ്റിയിരിക്കുന്നത്. നമ്മുടെ കണ്ണൂരിലേക്ക് ഒരു എയർപോർട്ട് വരാനും അത് ഓപ്പൺ ആക്കാനും ഒക്കെ പെട്ട പാടിനെ കുറിച്ച് നമ്മുടെ മലയാളികൾക്കെല്ലാം അറിയാം. എന്തായാലും നിമിഷം തന്നെ ഇങ്ങനെ ഞൊടിക്കുന്ന സമയം കൊണ്ടാണ് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറിയത്. അങ്ങനെ ചെയ്യാനുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ മിണ്ടാണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 1000 കോടി രൂപയാണ് ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്നത്. 1000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ 3-4 തലമുറകൾക്ക് അതിലും പിന്നെ ബാക്കിയുണ്ടാവും. അത്രത്തോളം മുടക്കിയിട്ടാണ് ഒരു കല്യാണം നടക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് കല്യാണമൊക്കെ നടക്കട്ടെ. നമ്മുടെ ഇന്ത്യയിലല്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഭിമാനമായിട്ട് നിൽക്കട്ടെ അല്ലേ. അദ്ദേഹം എന്ത് ചെയ്താലും, ലോകത്തിലെ ഏറ്റവും വലിയ വീട് അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ വീട് മകന് വേണ്ടി ദുബൈയിൽ വാങ്ങിച്ചത്, അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്താലും ടോപ്പിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നടക്കട്ടെ. പക്ഷെ കേരളത്തിൽ നിന്ന് ഒരാളെയെങ്കിലും, നമ്മുടെ യൂസഫ് അലി സാറിനെങ്കിലും വിളിക്കണമായിരുന്നു എൻ്റെ അംബാനി അണ്ണ. കാരണം നിങ്ങളുടെ പെട്രോള് കുറെ അടിക്കുന്നുണ്ട് ഞങ്ങൾ, അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കടേ.